2017 മാർച്ച് 20 കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടന്നു. കാസർഗോഡ് ഒരു പള്ളിയോട് ചേർന്ന് മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവി എന്ന വ്യക്തിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അതായത് കഴുത്തറത്ത് കൊലപ്പെടുത്തി. ഒരു തരത്തിലുമുള്ള വ്യക്തി വിദ്വേഷത്തിന്റെ പേരിലുള്ള കൊലപാതകമായിരുന്നില്ല ഇത്. കൊന്നവർക്കും മരിച്ച റിയാസ് മൗലവിക്കും യാതൊരു പരിചയം പോലും ഇല്ലായിരുന്നു. പിന്നെ ഇത് എന്തിന്? വർഗീയത പൊട്ടിപ്പുറപ്പെടുവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടിനെ നടുക്കിയ കൊലപാതകമാണോ? കഴിഞ്ഞ ദിവസം പ്രതികളായ 3 പേരെയും വെറുതെ വിട്ടു എന്ന് പറഞ്ഞുള്ള വാർത്തകൾ കേരളത്തെ വീണ്ടും ഞെട്ടിപ്പിച്ചിരുന്നു. ലോക്സഭാ ഇലക്ഷൻ കാൽച്ചുവട്ടിൽ എത്തി നിൽക്കുമ്പോൾ റിയാസ് മൗലവി വധക്കേസ് എത്രത്തോളം കാസർഗോഡിനെ ബാധിക്കും? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡേ ലൈറ്റ് മർഡർ ആണ്. അതായത് ഒളിച്ചും പാഞ്ഞും പോയി ചെയ്തൊരു കൊലപാതകമല്ല ഇത്. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയ ഒരു കൊലപാതകം. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? കൊലപാതകം നടന്ന 3 ദിവസത്തിനുള്ളിൽ പ്രതികളെ പോലീസ് പിടികൂടുകയാണ്. അതുപോലെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പോലീസ് പറഞ്ഞത് എന്താണ്? എല്ലാ പഴുതും അടച്ചുകൊണ്ടുള്ള കൃത്യമായ അന്വേഷണമായിരുന്നുവെന്നും പ്രതികളായ ആ 3 പേരും തന്നെ എന്നുള്ള നിലയിലേക്ക് മാത്രം പോകുന്ന ഒരു അന്വേഷണമായിരുന്നു. പ്രതികൾക്ക് ജാമ്യം പോലും നിഷേധിച്ചു കൊണ്ടുള്ള വളരെ ന്യായമായ അന്വേഷണമാണെന്നും പോലീസും പ്രോസിക്യൂഷനും വാദിക്കുന്നത്. എന്നാൽ കോടതി വ്യക്തമായി അക്കമിട്ട് പറയുന്നുണ്ട്, പ്രോസിക്യൂഷനും പോലീസിനും നിരവധി വീഴ്ചകൾ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. വ്യക്തമായ തെളിവുകളോ ഫൈൻഡിങ്സോ ഇല്ലാതെ ഒരിക്കലും ഒരു പ്രതിയെയും കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ നിലവാരമില്ലാത്തൊരു അന്വേഷണമാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. ഏകപക്ഷീയമായാണ് ഈ കേസിൽ അന്വേഷണം നടന്നിരിക്കുന്നത്. ഇവിടെ പ്രതികളാണെന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ RSS ബന്ധം പോലും തെളിയിക്കാൻ പോലീസിനോ പ്രോസിക്യൂഷനോ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ പറയുന്ന പ്രതികൾ എങ്ങനെ RSS പ്രവർത്തകരാണെന്ന് പറയുന്നു? ഇവിടെ ഗവൺമെന്റ് കരുതിയത് ഈ 3 പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചാൽ അത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അത് വലിയ നേട്ടമുണ്ടാകുമെന്നാണ്. അതും തികച്ചും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ യാതൊരു പ്രകോപനവുമില്ലാതെ കഴുത്തറുത്ത് കൊന്നതിനാൽ നീതിപീഠം ശിക്ഷ ഉറപ്പായും നൽകുമെന്നും സർക്കാർ വിചാരിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 3 പേരെയും കോടതി വെറുതെ വിട്ടു. ഗവൺമെന്റ് ഇവിടെ വർഗീയത പൊട്ടിപ്പുറപ്പെടുവിക്കാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു. അവിടെയാണ് കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുവിധം ഉണ്ടാവുക അയാളുടെ മൊബൈൽ ഫോണിലാണ്. എന്നാൽ ഈ അന്വേഷണ സംഘം മരണപ്പെട്ട വ്യക്തിയുടെ മൊബൈൽ ഫോണോ സിം കാർഡോ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. അതായത് അടിസ്ഥാന പരിശോധന പോലും നടത്താതെ എന്തടിസ്ഥാനത്തിലാണ് കോടതി പ്രതികളെ ശിക്ഷിക്കുന്നത്? ഇവിടെ വണ്ടിപ്പെരിയാറിലെ കേസിലും ഇത് തന്നെയല്ലേ നടന്നിരിക്കുന്നത്? അന്വേഷണ പിഴവാണ് അവിടെയും സംഭവിച്ചത്. ഇവിടെ കോടതി ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് ശരി. ഏകപക്ഷീയമായ അന്വേഷണമായിരുന്നു. ഈ ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ തുടങ്ങിയ ഒരു കാര്യവും പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. RSS വർഗീയ കൊലപാതകം ആണെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ആരുടെ എന്നൊന്നും പോലീസിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അത് തന്നെ പോലീസിന് തിരിച്ചടിയായി മാറിയില്ലേ? ഇവിടെ നീതിപീഠമാണ് അവരെ വെറുതെ വിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ സിസ്റ്റം ശരിയല്ലാത്തതിനാലല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്? നിരപരാധിയെ കൊല്ലുന്നതും അതുപോലെ കൊല്ലിച്ചവർ ഇന്നും സമൂഹത്തിൽ ഞെളിഞ്ഞു നടക്കുന്നതുമുണ്ട്. എന്നിട്ടും നിരപരാധികളായ ചെറുപ്പക്കാരെ കഴിഞ്ഞ 7 വർഷമായി തടവറയിൽ ഇട്ടിരിക്കുകയായിരുന്നു, ജാമ്യമോ പരോളോ പോലും നൽകാതെ. ഇതിനെതിരെ പ്രവർത്തിച്ച കറുത്ത കൈകൾ ആരുടെ ആണെന്നുള്ള വ്യക്തതയുണ്ട് കോടതിക്ക്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ പറയുന്ന 3 പേരെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇവിടെ കോടതിയാണ് ശരി. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭ്രാന്തമായ ഈ മനുഷ്യക്കുരുതിക്ക് കൂട്ടുനിൽക്കാൻ കോടതിക്ക് കഴിയില്ല. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി പെൺകുട്ടിക്ക് നീതി കിട്ടാത്തതുപോലെ ഇവിടെ റിയാസ് മൗലവിക്കും നീതി കിട്ടിയിട്ടില്ല. ജനത്തെ സംരക്ഷിക്കേണ്ട ഭരണാധികാരികൾ തന്നെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നത്.
ഇവിടെ സർക്കാർ എത്ര പ്രതികളെ വേണമെങ്കിലും സംരക്ഷിച്ചു കൊള്ളട്ടെ. പക്ഷെ ഇവിടെ ഒരു വ്യക്തിയെ മാത്രമല്ല ഇല്ലാതാക്കിയിട്ടുള്ളത്, അവരുടെ എല്ലാം കുടുംബത്തെ കൂടിയാണ്. ഇവിടെ പ്രോസിക്യൂഷൻ കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. കുറ്റവാളികളെ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു തെളിവല്ല കോടതിക്ക് മുൻപിൽ സമർപ്പിക്കേണ്ടത്. കൃത്യമായ രേഖകളും തെളിവുകളും ഹാജരാക്കണം. ഇവിടെ നമ്മുടെ പോലീസിനും പ്രോസിക്യൂഷനും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ജഡ്ജിമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.